ഗുഡ് മോർണിംഗ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സെൽ സൈക്കിളിൻ്റെ ഇൻ്റർഫേസിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം. G1 phase corresponds to the interval between mitosis and initiation of DNA replication. അപ്പം ഇൻ്റർഫേസിലാണ് DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഇൻ്റർഫേസിൽ DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ടും അതുപോലെ നമ്മുടെ തൊട്ട് മുന്നേ കഴിഞ്ഞ എം ഫേസിൻ്റെയും ഇടയ്ക്കായിട്ട് വരുന്ന ആ ഒരു സമയമാണ് G1 phase എന്ന് പറയുന്നത്. ഓക്കെ, ഡ്യൂറിങ് G1 phase the cell is metabolically active and continuously grows but does not replicate its DNA. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. G1 ഫേസിൽ എന്താ നടക്കുന്നത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ G1 ഫേസിൽ സെല്ല് മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിരിക്കും, ഒരു പോയിന്റ്. പിന്നെ കണ്ടിന്യൂസ്ലി ഗ്രോ ചെയ്യും, രണ്ടാമത്തെ പോയിന്റ്. പക്ഷേ DNA റെപ്ലിക്കേഷൻ നടക്കുന്നില്ല, അതാണ് മൂന്നാമത്തെ പോയിന്റ്. മനസ്സിലായോ? അപ്പം G1 ഫേസ് മൈറ്റോസിസിൻ്റെയും ഇൻ്റർഫേസിലെ DNA റെപ്ലിക്കേഷനും ഇടയ്ക്കായിട്ട് വരുന്ന ഒരു ഫേസാണ്. മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിരിക്കും സെല്ല് ആ ഫേസിൽ, കണ്ടിന്യൂസ്ലി ഗ്രോ ചെയ്യും സെല്ല്. അതുപോലെ തന്നെ റെപ്ലിക്കേഷൻ ഓഫ് DNA നടക്കുന്നില്ല. DNA റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവാൻ പോകുന്നതേ ഉള്ളൂ, അതിന് മുന്നേ ഉള്ളൊരു ഫേസാണ്. മനസ്സിലായോ? ഓക്കെ. S phase or synthesis phase mark the period during which DNA synthesis or replication takes place. Replication അഥവാ DNA synthesis നടക്കുന്നത് എവിടെയാണ്? S ഫേസിലാണ്. ഓക്കെ, അതാണ് S ഫേസിൽ നടക്കുന്ന മെയിൻ പോയിന്റ്. ഡ്യൂറിങ് ദിസ് ടൈം ദ എമൗണ്ട് ഓഫ് DNA പെർ സെൽ ഡബിൾസ്. DNAയുടെ നമ്പർ കൂടും. ഓക്കെ, ഇരട്ടിക്കും. മനസ്സിലായോ? നമുക്ക് ഫുൾ വായിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. If the initial amount of DNA is denoted as 2C, then it increases to 4C. However, there is no increase in chromosome number. There is no increase in chromosome number. If the cell had haploid or 2n number of chromosome at G1, even after S phase, the number of chromosome remains the same. That is 2n. മനസ്സിലായോ? ക്രോമോസോം നമ്പറിന് വ്യത്യാസം വരുന്നില്ല. മനസ്സിലായോ? ക്രോമോസോം നമ്പർ അതേപോലെ തന്നെ നിൽക്കും. ഇപ്പം n നമ്പർ ഓഫ് ക്രോമോസോം ഉള്ള ഒരു സെല്ലായിരുന്നെങ്കിൽ S ഫേസിലൂടെ കടന്നു പോയി കഴിഞ്ഞിട്ടും ആ ക്രോമോസോം നമ്പർ n തന്നെ ആയിരിക്കും. എന്നാൽ DNA അളവാണ് കൂടുന്നത്, DNA അളവാണ് മാറുന്നത്. അതായത് DNA കണ്ടൻറ്റ് 2C ആയിരുന്നെങ്കിൽ S ഫേസിലൂടെ കടന്നു പോയ ശേഷം അത് എത്ര ആവുന്നാ പറഞ്ഞേ? 4C ആകും. മനസ്സിലായോ? ക്രോമോസോം നമ്പറിന് മാറ്റം വരുന്നില്ല. നമ്മുടെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ക്രോമോസോം നമ്പർ മാറുന്നില്ല. ഹാപ്ലോയിഡ് ആണെങ്കിൽ ഹാപ്ലോയിഡ് തന്നെ നിൽക്കും, ഡിപ്ലോയിഡ് ആണെങ്കിൽ ഡിപ്ലോയിഡ് തന്നെ ആയിരിക്കും. എന്താണ് മാറ്റം വരുന്നത്? DNA കണ്ടൻറ്റ് കൂടി, DNA കണ്ടൻറ്റ് ഇരട്ടിച്ചു. ഓക്കെ, മനസ്സിലായോ? In animals during the S phase, DNA replication begins in the nucleus and the centriole duplicates in the cytoplasm. During the G2 phase, proteins are synthesized in preparation for mitosis while cell growth continues. ആനിമൽ സെല്ലുകളിൽ എന്താണ് ഈ S ഫേസിൻ്റെ സമയത്ത് തന്നെയാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. അത് നമ്മൾ പറഞ്ഞു. അതേ സമയത്ത് തന്നെ ഇത് ന്യൂക്ലിയസിനകത്താണല്ലോ DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. അതേസമയം സെല്ലിൽ ന്യൂക്ലിയസിന് പുറത്ത് സൈറ്റോപ്ലാസത്തിൽ എന്ത് നടക്കുന്നു? സെൻട്രിയോൾസ് എന്നൊരു സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടോ പണ്ട്? സെൽ എന്ന ചാപ്റ്ററിൽ സെൽ ഓർഗനലീസ് എല്ലാം പഠിച്ചായിരുന്നു അല്ലേ? അതിൽ സെൻട്രിയോൾ ഓർക്കുന്നു. സെൽ ഡിവിഷന് സഹായിക്കുന്ന ഒരു ഓർഗനലി ആണെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു. ആ ഒരു സെൻട്രിയോള് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ആ സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേഷൻ സൈറ്റോപ്ലാസത്തിൽ നടക്കുന്നത് ഈ ഒരു S ഫേസിലാണ്. മനസ്സിലായോ? ഇനി ഡ്യൂറിങ് G2 ഫേസ് എന്താ സംഭവിക്കുന്നത്? പ്രോട്ടീൻസ് സിന്തസിസ് ചെയ്യുന്നു. അതായത് നമ്മുടെ മൈറ്റോസിസ് നടക്കാൻ പോകുന്നു, സെൽ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മൈറ്റോസിസിന് മുന്നായിട്ട് സെൽ ഗ്രോത്ത് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. പുതിയ ഡോട്ടർ സെൽസ് ഉണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടി കൊടുക്കേണ്ട എല്ലാ സാധനവും ഇവിടെ ഉണ്ടാക്കി വെക്കണം അല്ലേ? അതെല്ലാം ഉണ്ടാക്കി വെക്കുന്നത്, അതായത് പ്രോട്ടീൻസ് എല്ലാം സിന്തസിസ്
നടക്കുന്നു. പ്രോട്ടീൻ സിന്തസിസ് ഭയങ്കരമായിട്ട് കൂടുന്നു. ഏതൊരു ഫേസിലാണത്? G2 ഫേസിൽ. അപ്പോൾ G1 ഫേസ്, അത് കഴിഞ്ഞ് എസ് ഫേസ്, പിന്നെ G2 ഫേസ്. മനസ്സിലായോ? G1ൽ നിന്നും എസ്സിലേക്ക് വരുമ്പോഴും എസ്സിൽ നിന്ന് G2ൽ വരുമ്പോഴൊക്കെ ഉള്ളൊരു വ്യത്യാസം അത് ഫുള്ള് ഈ ഒരു പാരഗ്രാഫിലുണ്ട്. നന്നായിട്ട് വായിക്കുക കേട്ടോ. So next paragraph. Some cells in the adult animals do not appear to exhibit division. Example, heart cells. And many other cells divide only occasionally as needed to replace cells that have been lost because of injury or cell death. അപ്പം അഡൽട്ട് ആനിമൽസിൻ്റെ ശരീരത്തിൽ എന്താണ്, ചില സെൽസുകൾ എന്ത് ചെയ്യുന്നില്ല, ഡിവിഷൻ നടക്കുന്നില്ല. അതായത് സെല്ല് അതിൻ്റെ പേരൻറ് സെല്ലിൽ നിന്നുണ്ടായ ശേഷം അത് അവിടെ മെച്യൂർ ചെയ്ത് ഇരിക്കുന്നതേ ഉള്ളൂ. സെൽ ഡിവിഷൻ എന്നൊരു ഫേസിലേക്ക് പോകുന്നില്ല, എം ഫേസിലേക്ക് അത് കടക്കുന്നില്ല. മനസ്സിലായോ? എന്നാൽ ചില സെൽസ് ഒക്കേഷണലി ഡിവൈഡ് ചെയ്യും. ഡിവിഷൻ എക്സിബിറ്റ് ചെയ്യാത്ത സെല്ലുകൾ ഏതൊക്കെയാണ്? എക്സാമ്പിൾ, ഹാർട്ട് സെൽ. ഹാർട്ട് സെല്ലുകളൊന്നും പിന്നീട് ഡിവൈഡ് ചെയ്യുന്നില്ല. എന്നാൽ ചില സെല്ലുകൾ എന്തെങ്കിലും ഒരു ഇഞ്ചുറിയോ സെൽ ഡെത്തോ അങ്ങനെയൊക്കെ നടക്കുമ്പോൾ അത് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം വരുന്ന സമയത്ത് ഡിവൈഡ് ചെയ്യും. ഓക്കെ. These cells that do not divide further exit G1 phase to enter an inactive stage called quiescent stage, that is G0 of the cell cycle. അങ്ങനെ എല്ലാ സെല്ലും ഒന്നും ഡിവൈഡ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ടാത്ത ഒരു സെല്ല് G1 ഫേസിൽ നിന്നും ഇൻ്റർഫേസിൽ കയറി അതിലെ ആദ്യത്തെ ഫേസ് അതിലെ G1 ഫേസിൽ നിന്നും എക്സിറ്റ് ആയിട്ട് നേരെ എസ്സിലേക്ക് പോകാതെ, DNA റെപ്ലിക്കേഷൻ സ്റ്റേജിലേക്ക് പോകാതെ അതെന്ത് ചെയ്യുന്നു, G0 അഥവാ ക്വിസൻറ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിലേക്ക് എത്തിപ്പെടുന്നു. അതൊരു ഇനാക്റ്റീവ് സ്റ്റേജ് ആണ്. അപ്പം സെല്ല് അങ്ങനെ തന്നെ നിൽക്കും. സെല്ല് പിന്നെ ഡിവൈഡ് ചെയ്യാൻ പോകുന്നില്ല. മനസ്സിലായി? ചില സെല്ലുകളുടെ ഒരു പ്രത്യേകതയാണ് ലൈഫ് സൈക്കിൾ. അതിൻ്റെ സെൽ സൈക്കിളിൽ G0 എന്നൊരു സ്റ്റേജ് ഉള്ളത്. ഓക്കെ. Cells in this stage remain metabolically active but no longer proliferate unless called on to do so, depending on the requirement of the organism. ഈ ക്വിസൻറ്റ് സ്റ്റേജ് അഥവാ G0 ഫേസിലേക്ക് കയറിയ സെല്ലുകൾ മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിരിക്കും. അവ ഡിവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ ഡിവൈഡ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന സെൽസും ഉണ്ട്. ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിക്വയർമെൻറ്റ് ഓഫ് ദ ഓർഗാനിസം. ഓക്കെ. In animals, mitotic cell division is only seen in the diploid somatic cells. However, there are few exceptions to this where haploid cells divide by mitosis. For example, male honeybees. Against this, the plants can show mitotic division in both haploid and diploid cells. From your recollection of examples of alternation of generations in plants in chapter 3, identify plant species and stages at which mitosis is seen in haploid cells. So, ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്? നമ്മുടെ സെൽ ഡിവിഷൻ 2 ടൈപ്പ് ഉണ്ടെന്നൊക്കെ അറിയാലോ. മൈറ്റോട്ടിക് സെൽ ഡിവിഷനും ഉണ്ട്, മിയോസിസ് സെൽ ഡിവിഷനും ഉണ്ട്. ഈ മൈറ്റോസിസിൽ എന്താണ് നടക്കുന്നത്? ഈക്വൽ സെൽ ഡിവിഷനാണ്. അതായത് ഇപ്പോൾ ഡിപ്ലോയിഡ് ആയിട്ടുള്ളൊരു സെല്ല് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്താൽ ഉണ്ടാവുന്ന ഡോട്ടർ സെൽസും ഡിപ്ലോയിഡ് ആയിരിക്കും. മനസ്സിലായോ? ക്രോമോസോം നമ്പർ മാറുന്നില്ല. എന്നാൽ മിയോസിസിൽ എന്താ നടക്കുന്നത്? അത് റിഡക്ഷൻ ഡിവിഷനാണ്. ക്രോമോസോം നമ്പർ നേരെ പകുതിയാകും. ഇപ്പോൾ 2N ക്രോമോസോം ഉള്ളത് N ആയിട്ട് മാറും മിയോസിസ് വഴി. ഓക്കെ. അപ്പം സാധാരണ ഒരു ജീവിയുടെ സൊമാറ്റിക് സെൽസിൽ, അതായത് നോർമൽ സെല്ലുകളിലെല്ലാം തന്നെ എന്താണ്, മൈറ്റോസിസ് ആയിരിക്കും നടക്കുന്നത്. അതിന് ജീൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമേ മിയോസിസ് ഉണ്ടാവുന്നുള്ളൂ. എന്നാൽ ചില എക്സെപ്ഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു പ്ലാൻ ലൈഫ് സൈക്കിളിൽ, അല്ലേ? പ്ലാൻ കിങ്ഡം എന്ന ചാപ്റ്ററിലെ പ്ലാൻ ലൈഫ് സൈക്കിളിൽ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് നമ്മൾ പഠിച്ചായിരുന്നു. അതിൻ്റെ മെയിൻ പ്ലാൻ ബോഡി എപ്പോഴും ഹാപ്ലോയിഡ് ആവണമെന്നില്ല, എപ്പോഴും ഡിപ്ലോയിഡ് ആവണമെന്നില്ല, അല്ലേ? അങ്ങനെ മാറി മറിഞ്ഞ് നിൽക്കുകയാണ്. മനസ്സിലായോ? സോ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്? നമ്മുടെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൊമാറ്റിക് സെൽസുകളിൽ മാത്രമാണ് മൈറ്റോട്ടിക് ഡിവിഷൻ സാധാരണ നടക്കുന്നത്. അല്ലാതെ ജീൻസ് ഉണ്ടാകുന്ന സെല്ലുകളിൽ മാത്രമേ മിയോസിസ് നടക്കുന്നുള്ളൂ എന്നാണ്. സോ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്?
സോ ഇപ്പം നമ്മൾ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ തുടങ്ങി. ഇതിൽ സെൽ സൈക്കിൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, സെൽ സൈക്കിളിൻ്റെ ഫേസസ് പറഞ്ഞു. ഈ ഒരു പിക്ചറിൽ നന്നായിട്ട് മനസ്സിലാകും. അത് ഇൻ്റർഫേസിനെ മൂന്നായിട്ട് തിരിച്ചു, G1, S ആൻഡ് G2. ചിലത് ക്വിസൻറ്റ് സ്റ്റേജ് അഥവാ G0 ഫേസിലേക്ക് പോവുകയാണെങ്കിൽ G1 കഴിഞ്ഞിട്ട് S ഫേസിലേക്ക് പോവാതെ ആയിരിക്കും അതിലേക്ക് പോകുന്നത്. മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിരിക്കും പക്ഷേ സെല്ലുകൾ കേട്ടോ. പിന്നെ അത് M ഫേസിലേക്ക് കടന്നു കഴിയുമ്പം സെൽ ഡിവിഷൻ നടക്കുന്നു. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.